ഓക്കെ, ഫൈനൽ അക്കൗണ്ട്സിലുള്ള വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാഡ് ഡെപ്റ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമ്മൾ എത്രയാണോ അഡീഷണലായിട്ട് ബാഡ് ഡെപ്റ്റ് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ്സ് കാണിക്കും. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് അസറ്റിലുള്ള സൺട്രി ഡെപ്റ്റേഴ്സ് അതിൽ നിന്ന് എന്ത് ചെയ്യുക, പർട്ടിക്കുലർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആണ്. ഇപ്പോൾ എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഓർ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് നോക്കാം. എ പാർട്ട് ഓഫ് ദ ഡെപ്റ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ മേ ബി റിക്കവറബിൾ. ഇപ്പം ഡെപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം റിക്കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് സം ഓഫ് ദ ഡെപ്റ്റേഴ്സ് ആർ ഡൗട്ട്ഫുൾ. നമുക്കെന്താ കിട്ടുമോ കിട്ടിയില്ലയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സാധാരണ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ നമ്മളൊരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് തിരിച്ച് കിട്ടേണ്ടതാണ്. സാധാരണ നമ്മൾ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുന്ന ഐറ്റം നമ്മളൊരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യേണ്ടതാണ്. നമ്മൾ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ കാലയളവിൽ തന്നെ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പം അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പം നമുക്കൊരു വർഷത്തിൻ്റെ ഉള്ളിലായി തന്നെ നമുക്കത് തിരിച്ച് നമ്മൾ കടത്തിന് വിറ്റ സാധനമാണ്, അതുകൊണ്ടാണ് ഡെപ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കത് എന്താണ്, കുറച്ച് കാലയളവിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് തിരിച്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡെപ്റ്റേഴ്സ് വന്ന ആ ഒരു ഇയറിൻ്റെ ഉള്ളിൽ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ശരിക്കും ഡൗട്ട്ഫുൾ ഡെപ്റ്റാണ്. കാരണം നമുക്കതിനി കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. എ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ദ ഡെപ്റ്റ് വിച്ച് മേ ഓർ മേ നോട്ട് ബി റിക്കവേർഡ്. അപ്പോൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് തിരിച്ച് കിട്ടാം, ചിലപ്പോൾ നമുക്കത് തിരിച്ച് കിട്ടാതിരിക്കാം. അവിടെ മേ ഓർ മേ നോട്ട് ബി റിക്കവേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് it is necessary to show equity at the true value, hence all enterprises based on their past experience create a provision for doubtful debts to meet such a probable loss in case it happens. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊരു പോർഷൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ ചെയ്യും. അതായത് ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ളൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കും. അഥവാ കാരണം അങ്ങനെയൊരു ലോസ് നമുക്ക് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ പ്രോബബിൾ ലോസാണ്, ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള ലോസാണ്, നഷ്ടമാണ്. കാരണം ചിലപ്പോൾ അവർ തന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സാധനം വിറ്റതിൻ്റെ ക്യാഷ് കിട്ടാത്തതാണത്. അപ്പോൾ അത് നമ്മൾ എന്താണ്, ചിലപ്പോൾ നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിലപ്പോൾ ഇത്രയൊക്കെ കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു പ്രൊവിഷൻ കീപ്പ് ചെയ്യും ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, then the provision should be created during the current year itself because the debtors relating to the current year. നമ്മളൊരു ഈ വർഷത്തെ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ആ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ഈ വർഷം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, then provision simply means the amount charged against profit to provide for an expected liability or even though the amount or date of the liability or loss is unknown. നമുക്ക് പറയാൻ പറ്റാത്തൊരു നഷ്ടത്തിൻ്റെ മുകളിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന, പ്രോഫിറ്റിൽ ചാർജ് ചെയ്യുന്ന ഒരു പോർഷനാണ് എന്ത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാബിലിറ്റി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓർ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഫൈനൽ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാം, നമുക്കത് ട്രയൽ ബാലൻസിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിലാണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് തരുന്നത് എങ്കിൽ നമുക്കതെന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ബാഡ് ഡെപ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞതിന് എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് തരുന്നതെങ്കിൽ നിങ്ങളതെന്ത് ചെയ്യണം,
ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാഡ് ഡെപ്റ്റിനോട് കൂടി ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മളത് എന്ത് ചെയ്യണം, സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രയൽ ബാലൻസ് ആണ്, നോക്കുക. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്, നമ്മൾ ഡെബിറ്റായിട്ടാണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബാഡ് ഡെപ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്, നമ്മളത് ഡെബിറ്റ് ബാലൻസ്, അതായത് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റ് ബാലൻസ് ആണ് ഷോ ചെയ്യുക. അപ്പോൾ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ലാബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അത് നമ്മൾ എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ തരുന്നത് ട്രയൽ ബാലൻസിൽ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 ഉണ്ട്, ബാഡ് ഡെപ്റ്റ്സ് എത്രയാണ് 5,000, ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 3,000 തന്നിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്, പ്രൊവൈഡ് അഡീഷണൽ ബാഡ് ഡെപ്റ്റ്സ് ₹1,000. അപ്പം ആ വർഷം അവസാനമാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ അഡീഷണലായിട്ട് ഇൻഫർമേഷൻസ് നമ്മുടെ റെക്കോർഡിലേക്ക് വരാത്ത ഐറ്റമാണ്. അപ്പോൾ എന്താ, ഒരു പുതിയതായിട്ടൊരു അഡീഷണൽ ബാഡ് ഡെപ്റ്റ് പറയുന്നുണ്ട് 1000. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അപ്പോൾ നമുക്ക് ബാഡ് ഡെപ്റ്റിലേക്കും ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്കും ആയിട്ട് നമ്മളോട് 5% പ്രൊവിഷൻ കീപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ഷോ ഹൗ ദ എബോവ് വിൽ ബി ഷോൺ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2 രീതിയിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് പിന്നെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള 2 ഐറ്റം എന്ത് ചെയ്യാം, അത് അങ്ങനെ തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുക്കുക, അത് അങ്ങനെ തന്നെ നമ്മൾ നോക്കുക. ഫസ്റ്റ് ആയിട്ട് നോക്കുക, ബാഡ് ഡെപ്റ്റ്സ്. നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ്സ് എത്രയാണ്, 5,000. ദെൻ ബാഡ് ഡെപ്റ്റ് നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിട്ടുണ്ട് 1,000. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,950. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. 1,950 എങ്ങനെയാണ് വന്നത് നോക്കാം. നിങ്ങൾക്ക് ഡെപ്റ്റേഴ്സ് തന്നിട്ടുള്ളത് 40,000 ആണ്. ഡെപ്റ്റേഴ്സ് എത്രയാണ്, 40,000 ആണ്. അപ്പോൾ നമ്മളോട് പറയുന്നത് 5% എത്രയാണ് നമുക്ക് പ്രൊവിഷൻ കീപ്പ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെയും അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റിൻ്റെയും മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 5% പ്രൊവിഷൻ കീപ്പ് ചെയ്യണം. അതിന് തൊട്ട് മുന്നേ നിങ്ങളോട് പറയുന്നുണ്ട് പ്രൊവൈഡ് അഡീഷണൽ ബാഡ് ഡെപ്റ്റ് 1,000. നിങ്ങളിവിടെ നോക്കുക, ഇതിൽ നിങ്ങൾക്ക് ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട് 5,000, സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 തന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ 40,000-ൽ നിന്ന് 40,000 എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള 5,000 ബാഡ് ഡെപ്റ്റ് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് 40,000 പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള 5,000 ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 40,000 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ അഡീഷണൽ ഇൻഫർമേഷൻസിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ബാഡ് ഡെപ്റ്റ് കഴിച്ചിട്ട് നമ്മളുടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 40,000 ആണ്. പക്ഷേ നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിട്ടുണ്ട് പ്രൊവൈഡ് അഡീഷണൽ ബാഡ് ഡെപ്റ്റ്സ് 1,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഈ 40,000 ഇല്ല, അഡീഷണലായിട്ട് നമ്മളുടെ അക്കൗണ്ട്സിൽ വരാത്തൊരു 1,000 കൂടി ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള 40,000-ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ എത്രയേ ഉള്ളൂ, നമ്മളുടെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 39,000 ഉള്ളൂ. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ 39,000-ൻ്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, 5% ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 39,000-ൻ്റെ മുകളിൽ 5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,950 ആണ് വരിക. നിങ്ങൾ താഴെ നോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,950 വന്നിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ആയി. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു എന്ത് വന്നിട്ടുണ്ട്, ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലല്ലേ നോട്ട് ചെയ്യുക 3000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ ചെയ്യാം, നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ ഈ 3000 കൊടുക്കുക എന്ന് പറയുമ്പം ഈ ഡെബിറ്റ് ബാലൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3000 മൈനസായി പോവുക ചെയ്യുക. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റിനോട് അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന 1000 ആഡ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1950 ആഡ് ചെയ്യുക. കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിട്ടില്ല, നമ്മുടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്ന 3000 എന്ത് ചെയ്യുക, ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാണിക്കുക. 4950 ആണ് മൊത്തം ഈ ഒരു ബാഡ് ഡെപ്റ്റ്സും ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെയും പ്രൊവിഷൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട നെറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ 5000, 1000, 1950 എത്ര എമൗണ്ട് വരിക, 6000, 7950 ആണ് എമൗണ്ട് വരിക. ഇത് ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു 3000 വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുമ്പം എത്രയാ എമൗണ്ട് എക്സ്ട്രാ വരുന്നുണ്ടാവുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4950 തന്നെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നേരിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെക്കൻഡ് ചെയ്തത് പോലെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി ഉണ്ടായിരുന്ന ബാഡ് ഡെപ്റ്റിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ബാഡ് ഡെപ്റ്റ് 1000 ആഡ് ചെയ്യുക. ന്യൂ പ്രൊവിഷൻ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞ പ്രകാരമുള്ള ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. ഓൾഡ് പ്രൊവിഷൻ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്ത് ഉള്ള ഫിഗർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു സെക്കൻഡ് കേസിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇക്വേഷനായിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ബാഡ് ഡെപ്റ്റിനോട് അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക, ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്യുക. അപ്പോൾ ഈ അഡീഷണൽ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്യുന്ന രണ്ട് ഐറ്റവും നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനായി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് തരുന്ന ഇൻഫർമേഷനായിരിക്കും രണ്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ തന്നെ തരുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷനാണ്. ഓക്കെ, ആ ഓൾഡ് പ്രൊവിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അങ്ങനെയാണ് പ്രൊവിഷൻ നമുക്ക് മൊത്തം ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര എഴുതാനുണ്ടാവുള്ളൂ, 4950. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മളുടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി എത്ര ഉണ്ട്, 40,000 ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു 40,000 ഡെപ്റ്റേഴ്സിൽ നിന്ന് ശരിക്ക് 1000 ഡെപ്റ്റേഴ്സ് കൂടി നമുക്ക് കിട്ടാക്കടം എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അഡീഷണൽ ബാഡ് ഡെപ്റ്റ് 1000, അതെന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. കാരണം 40,000 ശരിക്കും ഇപ്പം ഡെപ്റ്റേഴ്സ് ഇല്ല, നമ്മൾക്ക് 40,000 തിരിച്ച് കിട്ടേണ്ടതാണ്. അപ്പം ബിസിനസ് ലാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, ഒരു 1000 കൂടി നമുക്ക് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു കിട്ടാക്കടമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ശരിക്കും എത്രയും ഇപ്പം ഉണ്ടാവാൻ പാടുള്ളൂ, 39,000 ബാഡ് ഡെപ്റ്റ് നമ്മുടെ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അതിന് 39,000 എന്തായാലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു കേസാണ്. അതിനകത്ത് നിന്ന് തന്നെ എന്തുണ്ട്, നമ്മളിനി 1950 കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രൊവിഷനും കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രൊവിഷൻ കീപ്പ് ചെയ്തതും എന്ത് ചെയ്യാം, നമുക്ക് 39,000 ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് എന്തായാലും ഷുവറായിട്ട് കിട്ടുമെന്ന് പറയാൻ എത്രയേ ഉണ്ടാവുള്ളൂ, 37,050 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഈ 37,050 എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഈ വർഷം തന്നെ തിരിച്ചു കിട്ടും. അതിൽ 1950 നമ്മൾ പ്രൊവിഷനായിട്ട് കീപ്പ് ചെയ്തു, ചിലപ്പം കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു പ്രൊവിഷൻ കീപ്പ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടൊരു ബാഡ് ഡെപ്റ്റ് 1000 വന്നിട്ടുണ്ട്, അതും നമ്മൾ എന്ത് ചെയ്തു, 40,000 നിന്ന് മൈനസ് ചെയ്ത് കാണിച്ചു. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇനി വേറെയും വരാനുണ്ട്. അതായത് ഇപ്പം ചിലപ്പോൾ നിങ്ങളോട് പറയാം അഡീഷണലായിട്ട് ഇത്ര പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്തതാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുള്ളത് എത്രയാണ്, 3,000 തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയും ഇൻക്രീസ് ദ പ്രൊവിഷൻ ടു എത്രയാണ്, ഒരു 1,000 റുപ്പീസ്. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂ പ്രൊവിഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് 1000 ആണ്. ഓക്കെ, 1000 അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ
പിന്നെ ഇതേ സാധനം തന്നെ നിങ്ങൾ പ്രൊവിഷൻ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കുക. ഓക്കെ. ഇൻ കേസ് പിന്നെ വേറെ ഒരു കേസ്, അതായത് ഇൻക്രീസ് ദ പോർഷൻ ബൈ 800. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നു, അതിലെത്രയാണ് നിങ്ങളോട് പറയുകയാണ് അഡീഷണലായിട്ടൊരു ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങളോട് പറയുകയാണ് പ്രൊവിഷനിലൊരു ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്, പിന്നെ എത്രയാണ് 800 എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പം ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഇതുമായിട്ട് നമുക്ക് മൊത്തം 1-2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം തരാം. എന്നുവെച്ചാൽ നമുക്കൊരു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിന്നെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സിലും പ്രൊവിഷൻ കീപ്പ് ചെയ്യുന്ന 2 ഐറ്റം കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഈ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ട്രയൽ ബാലൻസ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി പറയാനുള്ള 2 ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സും. അപ്പോൾ നമ്മൾ നോക്കാം, ഡെപ്റ്റേഴ്സിനും ഡിസ്കൗണ്ട് കൊടുക്കാം, ക്രെഡിറ്റേഴ്സിനും ഡിസ്കൗണ്ട് വരാം. അതിൽ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് അലോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ബിസിനസ് കടത്തിന് വിൽക്കുമ്പോഴാണ് ഡെപ്റ്റർ ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ബിസിനസ് വേറൊരാൾക്ക് സാധനം കൊടുത്ത സമയത്ത് അയാൾ നമ്മളോട് പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ക്യാഷ് തരാം. അപ്പോൾ അയാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇയാളുടെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് നമുക്ക് ഉള്ള ക്യാഷെങ്കിലും തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് അലോ ചെയ്യും. ഇറ്റ് ഈസ് എ നോർമൽ പ്രാക്ടീസ് ടു അലോ ക്യാഷ് ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ് ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. സം എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് മേ ഹാവ് ടു ബി അലൗഡ് ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ. അത് ഈ കറൻറ്റ് ഇയറിലല്ല, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലേക്കാണ് ശരിക്കും എന്ത് വരിക, ഈ ഒരു ഡിസ്കൗണ്ട് നമ്മൾ അനുവദിക്കാം. പക്ഷേ അതൊരു ലോസ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മൾ ഇപ്പം 10,000 രൂപ ഡെപ്റ്റേഴ്സ് നമുക്ക് തരാനുള്ള സ്ഥാനത്ത് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചിട്ട് അവരെത്ര തന്നാൽ മതി, ഒരു 9,000 8,000 ഒക്കെ തന്നാൽ മതി. അപ്പോൾ അതിനിടയിൽ നമുക്ക് ശരിക്കും അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നതിന് അതിൻ്റെ മുൻപ് തന്നെ നമ്മൾ ആ ഒരു ലോസ് ഫോക്കാസ്റ്റ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കറൻറ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യും, ഒരു പ്രൊവിഷൻ കീപ്പ് ചെയ്യും. അതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അപ്പോൾ ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഡെപ്റ്റേഴ്സ് നമ്മളിപ്പം നേരത്തെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റ് ബാലൻസ് ആണ് മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാനതിന് എക്സാമ്പിൾ പറയുന്നില്ല, നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് പറയാനുള്ളത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ആണ്. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഇപ്പം നമുക്ക് ഈ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം ആയിട്ട് വരുന്ന സംഭവമാണ്. അതായത് പിന്നെ നമ്മൾ ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കടത്തിന് വാങ്ങും, അപ്പോഴാണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനാണ്. അപ്പോൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മളുടെ ക്രെഡിറ്റ് പേയ്മെൻറ്റിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് അലോ ചെയ്യാം. അങ്ങനെ ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ നമ്മൾ ഏർലി പേയ്മെൻറ്റൊക്കെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യാൻ വിചാരിക്കും. നമുക്ക് കടത്തിന് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് അനുവദിക്കുന്ന ആ ടൈമിന് മുന്നേ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പം പക്ഷെ അവർ ഡിസ്കൗണ്ട് അനുവദിക്കുമായിരുന്നു എങ്കിൽ ഇഫ് എ ഫേം മേക്സ് ഏർലി പേയ്മെൻറ്റ് ടു ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ഇറ്റ് വിൽ റിസീവ് ഡിസ്കൗണ്ട്. അവിടെ ശരിക്കും ഡിസ്കൗണ്ട് കിട്ടുമായിരുന്നു. വെൻ ഇറ്റ് റിസീവ്സ് ഡിസ്കൗണ്ട് ഫ്രം ക്രെഡിറ്റേഴ്സ് റെഗുലർലി, നമുക്ക് റെഗുലറായിട്ട് ക്രെഡിറ്റേഴ്സിന് ഇടുന്ന ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് എ പ്രൊവിഷൻ ഫോർ ദ ഡിസ്കൗണ്ട്സ് വിച്ച് ഈസ് ലൈക്ലി ടു ബി റിസീവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ ഫ്രം ദ കറൻറ്റ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നെ ഡിസ്കൗണ്ട് ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിന് റിസീവ് ചെയ്യാനുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൊരു പ്രോബബിൾ ഇൻകം ആണ്, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഇസ് എ പ്രോബബിൾ ഇൻകം. നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇൻകമാണത്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏർലി പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ശരിക്കും ലാസ്റ്റിലേക്ക് അവർ നമ്മൾ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് അലോ ചെയ്യുന്ന പോലെ അവർ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാണ്. അപ്പോൾ നമുക്കത് ശരിക്കും ഡിസ്കൗണ്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊവിഷൻ കീപ്പ് ചെയ്യും. അത് നമുക്ക് പ്രോബബിൾ ഇൻകമാണ്. ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് വരിക. എന്തായിരിക്കും അവിടെ നമ്മളുടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ശരിക്കും എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഒരു ഐറ്റം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റാണ് ചെയ്യുക. നമുക്ക് ഇൻകമായിട്ട് വരുന്ന ഐറ്റമാണ്. അതായത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. നേരെ മറിച്ചിട്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്നാണ് വരിക. ഓക്കെ, അതായത് എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മളപ്പം ഡെബിറ്റാണ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്നുള്ള ഐറ്റത്തിനെ ക്രെഡിറ്റിലേക്കാണ് ചെയ്യുക. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് എൻട്രി വരിക. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നോട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ നമ്മുടെ എക്സ്പെൻസ് സൈഡിലാണ് ഡെപ്റ്റേഴ്സ് ട്രീറ്റ് ചെയ്യുക, നമ്മളുടെ ഇൻകം സൈഡിലാണ് ക്രെഡിറ്റേഴ്സ് ട്രീറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നമ്മളുടെ ഡെബിറ്റ് സൈഡിലും ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിലുമാണ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെയാണ്. നമുക്കത് ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൽ പറയാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരൊറ്റ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം.